സസ്യഭാഗങ്ങൾ പരിചയപ്പെടാം. ആടലോടകം എന്ന സസ്യത്തിന്റെ ഇലയാണിത്. ഓമയുടെ ഇലയാണിത്. ഇത് പുകയില. എരിക്ക്. ഇതിന്റെ കറയും തണ്ടിന്റെ തൊലിയും ഇലയുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ശീമക്കൊന്നയുടെ ഇലയാണ്. ഈസും ശർക്കരയും ചേർത്ത മിശ്രിതം. ഇത് ആത്രയുടെ ഇലയാണ്. ജൈവ കീടനാശിനിയുടെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. 12.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പിടി ചാണകപ്പൊടി ചേർത്ത് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിനു ശേഷം 100 ഗ്രാം ശർക്കരയും ഈസ്റ്റും ചേർന്ന മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച സസ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ കിഴിയാണ് ഇത്. ഇതിലേക്ക് ഇറക്കി വെക്കാം. തണലുള്ള ഭാഗം നോക്കി ഒരു കുഴിയെടുത്ത് ഈ ബക്കറ്റ് അതിലേക്ക് ഇറക്കി വെക്കാം. അതിന് മുകളിലായി ചണച്ചാക്ക് നനച്ച് വിരിക്കാം. 1 മാസത്തിന് ശേഷം ഇതിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങും. ഇത് നന്നായി അരിച്ചെടുത്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇത് തളിക്കാവുന്നതാണ്. നല്ല കൃഷിക്കും നല്ല കാർഷിക വിഭവങ്ങൾക്കും ആരോഗ്യമുള്ള തലമുറയ്ക്കും വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച ജൈവ കീടനാശിനിയാണ് ഇത്.